വെൽക്കം ടു കോമ്പസ് യൂട്യൂബ് ചാനൽ. നമ്മൾ പ്രീ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ മാത്തമാറ്റിക്സിൻ്റെ മൂന്നാമത്തെ പ്രീ മോഡൽ എക്സാമാണ് ഈ നടക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 2 എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ 1 മുതൽ 8 വരെയുള്ള എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മൂന്നാമത്തെ എക്സാമിന് എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് 80 മാർക്കിനായിരിക്കും എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ 8 ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചതിൻ്റെ വീഡിയോ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം. നമ്മളിവിടെ ഇനി ബാക്കിയുള്ള 9, 10, 11 ഈ 3 ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്നുള്ള ഇതേപോലെയുള്ള മോഡൽ എക്സാമിനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതിലെ നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും. നിങ്ങൾ 6ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും, സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ്. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു യൂണിറ്റാണ് ഈ ചാപ്റ്റർ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു വൃത്തത്തിൻ്റെ സമവാക്യം x-7 ഹോൾ സ്ക്വയർ പ്ലസ് y-4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എന്നതാണ് എങ്കിൽ, അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൃത്തകേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പോൾ ആ സർക്കിളിൻ്റെ സെൻറ്റർ ഏതാണോ ആ സെൻറ്റർ ഏതാണോ അതിൻ്റെ കോർഡിനേറ്റ്സ് അതാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. അത് നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ എക്സിൻ്റെ കൂടെയുള്ള നമ്പറും അതേപോലെ വൈൻ്റെ കഴിഞ്ഞിട്ടുള്ള ഈ നമ്പർ, ഈ 2 നമ്പറുകൾ നോക്കുക. എപ്പോഴും ഒരു നമ്പറിൻ്റെ ഒരു സംഖ്യയുടെ തൊട്ട് മുൻപേ ആയിരിക്കും അതിൻ്റെ ചിഹ്നം ഉണ്ടാകുന്നത്. ഈ 7ൻ്റെ ചിഹ്നം എന്താണ്? മൈനസാണ്. ഇവിടെ 4ൻ്റെ ചിഹ്നം എന്താണ്? മൈനസാണ്. അപ്പോൾ ഈ വരുന്ന ഈ നമ്പറുകളുടെ ചിഹ്നങ്ങൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൂചക സംഖ്യകൾ കിട്ടും. എഴുതി നോക്കാം. നമുക്ക് എന്ത് വരും? -7 അതിൻ്റെ ചിഹ്നം മാറ്റിയാൽ എന്താ വരിക? +7. അപ്പോൾ അതിൻ്റെ സൂചക സംഖ്യ x അക്ഷം 7 എന്ന് കിട്ടും. ഇനി y കഴിഞ്ഞതിന് ശേഷം വരുന്ന -4 അതിലെ ചിഹ്നം മാറ്റി എന്തായിരിക്കും? +4. അപ്പോൾ 7, 4 ആണ് ഈ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ. ആ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് 7, 4 ആണ്. വൃത്തത്തിൻ്റെ ആരം എത്ര? ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഈക്വൽ ടു വരുന്ന നമ്പർ എത്രയാണോ എന്ന് നോക്കാം. 4 സ്ക്വയർ. അങ്ങനെ സ്ക്വയർ രൂപത്തിൽ തരികയാണെങ്കിൽ അതിൽ 4 അത് മാത്രമായിരിക്കും അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം. അപ്പോൾ അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം 4 ആണ്. ചില ക്വസ്റ്റ്യനിൽ ഇവിടെ 4 സ്ക്വയർ എന്നതിന് പകരം, ആ ഇക്വേഷനിൽ 4 സ്ക്വയർ എന്നതിന് പകരം 16 എന്ന് തരും. 4ൻ്റെ സ്ക്വയർ ആണല്ലോ 16, 16. അങ്ങനെ തരികയാണെങ്കിൽ, ഇതേപോലെ ഒരു സ്ക്വയർ ആക്കി തരാതെ നേരിട്ട് അതിൻ്റെ ആൻസർ തരികയാണെങ്കിൽ ഇതിൻ്റെ ഈ തന്ന നമ്പർ ഏതാണോ അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. റൂട്ട് 16 എത്രയാണ്? 4 അല്ലേ? അപ്പോൾ അതിൻ്റെ ആരം എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ ഏതാണോ യൂണിറ്റ് അത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെയുള്ള വേറെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വൃത്തത്തിൻ്റെ സമവാക്യം x² + y² = 81. അവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, x കഴിഞ്ഞിട്ടൊരു നമ്പർ ഉണ്ട്, y കഴിഞ്ഞിട്ടൊരു നമ്പർ ഉണ്ട്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഉണ്ടോ? വെറും x² + y² എന്നുള്ളതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. വൃത്തത്തിൻ്റെ സൂചക സംഖ്യകൾ, വൃത്തകേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പോൾ ആ വൃത്തകേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ ഇതേപോലെ x² y² ഇങ്ങനെ അതിനുശേഷം നമ്പർ ഇല്ലാതെ ഹോൾ സ്ക്വയർ രൂപത്തിലല്ലാതെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ ആധാര ബിന്ദുവായിരിക്കും. അതായത് 0, 0 അതിൻ്റെ ഒറിജിനാണ് വരുന്നത്. എപ്പോഴും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ച് എഴുതാം നമുക്ക് അതിൻ്റെ ആധാര ബിന്ദു ഒറിജിൻ അഥവാ 0, 0 എന്ന് നമുക്കതിൻ്റെ ആൻസർ എഴുതാം. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വൃത്തത്തിൻ്റെ ആരം എത്ര? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ 81 ആണ്. ആ 81ൻ്റെ റൂട്ട് കാണുക. 81ൻ്റെ റൂട്ട് ഏതാ? ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 81 വരുന്നത്? 9ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ ആൻസർ എത്ര വരും? 9. അപ്പോൾ അതിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് 9 സെൻറ്റിമീറ്റർ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സാമാന്തരികം, ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. ഇതിലെ 3 ആംഗിൾസിൻ്റെ കോർഡിനേറ്റ്സ്, 3 കോണുകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. 4ാമത്തെ ഈ കോണിൻ്റെ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ് കണ്ടെത്താനായിരിക്കും ക്വസ്റ്റ്യൻ.
അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനായിട്ട് ഞാൻ എഴുതിയിട്ടില്ല, ഇതൊരു പാരലോഗ്രാം ആണ്, ഒരു സാമാന്തരികമാണ്. അപ്പോൾ ഈ സാമാന്തരികത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇതിൻ്റെ എതിർവശങ്ങൾ തുല്യമാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. അതേപോലെ തന്നെയാണ് ഈ രണ്ട് സൈഡും ഈക്വലാണ്. അതുപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു പോയിന്റ് നോക്കാം, അതേപോലെ ഈ ഒരു പോയിന്റ്. ഇവിടെ എക്സ് അക്ഷത്തിലെ നമ്പർ എത്രയാണ്? 2 ആണ്. സൂചക സംഖ്യ നമ്മളിൽ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് എപ്പോഴും എഴുതുന്നത് ഏത് ആക്സിസിലുള്ള കോർഡിനേറ്റ് ആയിരിക്കും? എക്സിലെ, രണ്ടാമത് വൈയിലെ. അപ്പോൾ ഇവിടെ എക്സിലെ നമ്പർ എത്രയാണ്? 6 ആണ്. ഇവിടെയുള്ള ഈ 2 ഇങ്ങോട്ട് സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോൾ 6 ആയി. അപ്പോൾ 2ൽ നിന്ന് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്? 4 കൂട്ടുമ്പോഴല്ലേ? അങ്ങനെയാണെങ്കിൽ അതേ 4 ഇവിടുത്തെ എക്സിലെ നമ്പർ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടുന്നുള്ള ഈ ഒരു അകലം, ഈ ഒരു ഡിസ്റ്റൻസ് 4 ആണ്. അതേ 4 ഇവിടെയുള്ള പോയിന്റിൻ്റെ എക്സിലെ നമ്പറിൻ്റെ കൂടെ കൂട്ടുക. ഇവിടെ 4 ആണ്, 4ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 8 എന്ന് കിട്ടും. അപ്പോൾ ഈ പോയിന്റിൻ്റെ എക്സ് അക്ഷത്തിലെ നമ്പർ കിട്ടി. ഇനി വൈ കോർഡിനേറ്റ് കണ്ടെത്തണം. അതും ഇതേപോലെ ചെയ്യാം. ഇവിടെ വൈ 3 ആണ്, ഇവിടെ വൈ എത്രയാണ്? 4 ആണ്. അപ്പോൾ 3 എന്ത് ചെയ്യുമ്പോഴാണ് 4 ആകുന്നത്? 1 കൂട്ടുമ്പോഴാണല്ലോ. അപ്പോൾ ഇവിടെ വൈയിലെ നമ്പർ എത്രയാണ്? 8. 8ൽ നിന്ന് 1 കൂട്ടിയാൽ എത്ര വരിക? 9. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. ഇതേപോലെ ഇതിൻ്റെ ആൻസർ നമുക്ക് തിരിച്ച് ഇങ്ങനെയും നോക്കാം. അപ്പോൾ ഇവിടെ എക്സിലെ നമ്പർ 2 ആണ്, ഇവിടെ എത്തിയപ്പോൾ 4 ആയി. അപ്പോൾ എന്ത് ചെയ്തു? 2 കൂട്ടി. അപ്പോൾ ഇവിടെയുള്ള 6ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 8 കിട്ടും. അതേപോലെ വൈയിലെ നമ്പർ 3 ആണ്, ഇവിടെ എത്തിയപ്പോൾ 8 ആയി. അപ്പോൾ എത്ര കൂട്ടി? 5 കൂട്ടി. ആ 5 ഇവിടെയുള്ള വൈയിലെ 4ൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 9 കിട്ടും. ഇതേപോലെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ 3 തരും, 4-മത്തത് കണ്ടെത്താനുണ്ടാവും. തിരിച്ച് ഇങ്ങോട്ട് ആലോചിക്കാനുള്ളത് പല രൂപത്തിൽ നമുക്ക് ഏതെങ്കിലും 3 തരും, 4-മത്തത് കണ്ടെത്താനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ അതേപോലൊരു ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് വരുന്നത്. ഇതിൽ PQRS ഒരു സാമാന്തരികമാണ്, പാരലോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ പിയിലെ ഈ കോർഡിനേറ്റ്സ് സൂചക സംഖ്യ കണ്ടെത്താനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ ഇവിടെ നമ്പർ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുക. അപ്പോൾ ഇവിടെ മുകളിൽ നോക്കാം, ഇവിടെ എക്സിലെ നമ്പർ 8 ആണ്, അത് ഇവിടെ എത്തിയപ്പോൾ 2 ആയി. അപ്പോൾ 8 എന്ത് ചെയ്യുമ്പോഴാണ് 2 ആകുന്നത്? 6 കുറക്കുമ്പോഴാണല്ലോ. അതേ 6 ഇവിടെ 7 നിന്ന് കുറക്കുക. അപ്പോൾ എത്ര വരിക? 1. 7ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 1. ഈ വൈ നോക്കൂ, ഇവിടെ 9 ആണ്, ഇവിടെ 8 ആണ്. 9 എന്ത് ചെയ്യുമ്പോഴാണ് 8 ആവുന്നത്? 1 കുറച്ചിട്ടാണ്. അതേ 1 ഇവിടെ 3ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 2. അപ്പോൾ പി എന്ന് പറയുന്ന ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യ 1, 2 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, ഒരു വൃത്തത്തിൻ്റെ സമവാക്യം x - 8 ഹോൾ സ്ക്വയർ പ്ലസ് y - 6 ഹോൾ സ്ക്വയർ സമം 100 ആണ്. നേരത്തെ നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായിരിക്കും ആൻസർ വരിക? എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വൃത്തത്തിൻ്റെ കേന്ദ്രത്തെ സൂചിപ്പിക്കുന്ന സൂചക സംഖ്യകൾ എഴുതും. അപ്പോൾ എന്താ വരുന്നത്? ഇവിടെ -8 ആണ്, ഇവിടെ -6 ആണ്. രണ്ടിൻ്റെയും ചിഹ്നങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ 8, 6 എന്ന് കിട്ടും. ബി ക്വസ്റ്റ്യൻ ആരം, റേഡിയസ് എത്ര? റേഡിയസ് എത്ര വരിക? ഇവിടെ 100 ആണ്, 100ൻ്റെ റൂട്ട് സ്ക്വയർ റൂട്ട് എത്ര വരിക? വർഗ്ഗമൂലം 10. ഏതിൻ്റെ സ്ക്വയർ ആണ് 100 എന്ന് നോക്കുക? 10ൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം 10 എന്ന് കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ, 16, 12 എന്ന ബിന്ദു ഈ വൃത്തത്തിലെ ബിന്ദു ആണോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 16 ശരിക്ക് എക്സ് അക്ഷത്തിലെ നമ്പർ അല്ലേ, 12 വൈ അക്ഷത്തിലെ നമ്പറാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനിൽ എക്സിന് പകരം 16 എന്നും വൈ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് 12 എന്നും എഴുതിയിട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ 100 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഈ 16, 12 ആ വൃത്തത്തിൽ വരുന്ന ഒരു ബിന്ദുവാണ്. 100 അല്ലാത്ത വേറെ ഏതെങ്കിലും ആൻസർ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ വൃത്തത്തിലെ ബിന്ദുവല്ല. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് ആദ്യം ഫസ്റ്റ് ബ്രാക്കറ്റ് വരുന്നുണ്ട്, പിന്നെ എക്സിന് പകരം എന്താ എഴുതുക? 16 എഴുതി, പിന്നെ കുറക്കണം. ഇനി 8 അവിടെ തന്നെ ഉള്ളതാണ്, ഹോൾ സ്ക്വയർ. ക്ലിയർ ആയോ? അടുത്ത എന്താ? പ്ലസ് ചിഹ്നമുണ്ട്, ബ്രാക്കറ്റ് തുറന്നു. വൈ എത്രയാണ്? 12 കുറക്കണം 6 ഹോൾ സ്ക്വയർ. 16ൽ നിന്ന് 8 കുറച്ച് എത്രയാണ്? 8. അപ്പോൾ ഇവിടെ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് 8 സ്ക്വയർ എന്ന് വരും. കൂട്ടണം 12ൽ നിന്ന് 6 കുറച്ചാലോ? 6. അപ്പോൾ 6 സ്ക്വയർ. 8ൻ്റെ സ്ക്വയർ എത്രയാണ്?
64 കൂട്ടണം 6ൻ്റെ സ്ക്വയർ 36. 64 36 കൂട്ടിയാൽ എത്ര വരിക? 100 അപ്പോൾ 100 കിട്ടിയത് കൊണ്ട് ഈ 16 12 എന്ന് പറയുന്ന ബിന്ദു ഈ വൃത്തത്തിലുള്ള ഒരു ബിന്ദുവാണ്, ഒരു പോയിൻ്റാണ്. ക്ലിയർ ആയോ? നമുക്ക് ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ആ എക്സിനും വൈക്കും പകരം ആ നമ്പറുകൾ കൊടുത്തു നോക്കുക. ആ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ വൃത്തത്തിലുള്ള ബിന്ദുവാണ്. അടുത്ത ചോദ്യം നോക്കാം. 1 3 2 7 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ചെരിവ് എത്ര? അപ്പോൾ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പ്, നമുക്കിതിൻ്റെ സ്ലോപ്പാണ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1 3 അതേപോലെ 2 7 ആണല്ലോ. നമ്മുടെ ഇക്വേഷൻ എന്താ? ചെരിവ് കാണാനുള്ളത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതിൽ y2 y1 ഏതായിരിക്കും? ആദ്യത്തെ നമ്പറിന് നമ്മൾ x1 y1, ഫസ്റ്റ് x അക്ഷം, രണ്ടാമത്തേത് y അക്ഷമാണ് വരുന്നത്. അപ്പോൾ ഇതിനെ x1 ഇത് y1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് x2 ഇത് y2. അപ്പോൾ y2 മൈനസ് y1 ആണ്. y2 എത്രയാണ്? 7. 7 മൈനസ് y1 എത്രയാണ്? 3 ബൈ x2 മൈനസ് x1. x2 എത്രയാണ് കുട്ടികളെ? 2 മൈനസ് x1 എത്രയാണ്? 1. 7ൽ നിന്ന് 3 കുറച്ച് എത്രയാണ്? 4. 4 ബൈ 2ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 1. അപ്പോൾ 4 ബൈ 1 ആണ്. വേണമെങ്കിൽ 4 എന്നും എഴുതാം. 4നെ 1 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 4 തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 4 ബൈ 1 ആണ്. അതിൽ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഈ ലൈനിലുള്ള ഇക്വേഷൻ എഴുതാനാണ്. അപ്പോൾ ഈ ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് XY എന്നെടുക്കുകയാണ്. എന്നിട്ട് ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള സ്ലോപ്പ് കാണാം. നമുക്ക് ഇക്വേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 തന്നെ എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് അതെന്ത് തന്നെയായിരിക്കും? ഈ 4/1 തന്നെയായിരിക്കും. കാരണം ഒരു വൃത്തത്തിൽ ഒരു വരയിൽ വരുന്ന ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് തുല്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള സ്ലോപ്പും ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള സ്ലോപ്പ് ചെരിവും എല്ലാം തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഓഫ് ദ ലൈൻ, വരയുടെ സമവാക്യമാണ് കാണേണ്ടത്. അപ്പോൾ ഇത് x1ഉം ഇത് y1 ആയിട്ട് എടുക്കുക, ഇത് x2 ഇത് y2 ആയിട്ട് എടുക്കുക. നമ്മുടെ ഇക്വേഷൻ ചെരിവിൻ്റെ ഇക്വേഷൻ y2 മൈനസ് y1 ആണ്. അപ്പോൾ അത് പ്രകാരം y2വിൻ്റെ സ്ഥാനത്ത് y ആണ്, മൈനസ് y1ൻ്റെ സ്ഥാനത്ത് എന്താണ്? 3 ആണ്, ഡിവൈഡഡ് ബൈ x2വിൻ്റെ സ്ഥാനത്ത് x മൈനസ് x1ൻ്റെ സ്ഥാനത്ത് 1. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ആൻസർ സ്ലോപ്പ് അഥവാ ചെരിവാണ്. അതെത്രയാണ്? 4/1 ആണെന്ന് നമുക്ക് എ ക്വസ്റ്റ്യനിൽ കിട്ടി. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ്, ഇതൊരു ഫ്രാക്ഷനാണ്, ഭിന്നസംഖ്യയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടയിൽ സമമാണ്, ഇത് രണ്ടും തുല്യമാണ്. തുല്യമാണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എതിർഗുണം ചെയ്യാം. അതായത് y-3യെ ഇതിൻ്റെ ക്രോസ് ആയിട്ട് വരുന്ന 1 കൊണ്ട് ഗുണിക്കുക. 1 ഗുണിക്കണം y-3 സമം. ഇനി അടുത്തത് 4നെ അതിൻ്റെ ക്രോസ് ആയിട്ടുള്ള x-1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ x-1 y-3 ഇതൊക്കെ രണ്ട് പദങ്ങളായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിന് ബ്രാക്കറ്റ് കൊടുക്കണം. ഇതിനെ ഒരുമിച്ചാണ് ഗുണിക്കേണ്ടത്. 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും അതേ ഉത്തരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? y-3 എന്ന് തന്നെ എഴുതാം, ഈക്വൽ ടു, ഇനി 4 ഗുണിക്കണം x-1. അപ്പോൾ ഈ 4 കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോന്നിനെയും ഗുണിക്കണം. 4നെ x കൊണ്ട് ഗുണിക്കുക, 4നെ 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4 ഗുണിക്കണം x എത്ര വരിക? 4x മൈനസ് 4 ഗുണിക്കണം 1 4. ഇനി ഈ സമത്തിൻ്റെ വലത്തെ ഭാഗത്തുള്ള എല്ലാറ്റിനെയും ഇടത്തെ ഭാഗത്തേക്ക് മാറ്റി എഴുതാം. അപ്പോൾ നിലവിൽ ഇവിടെ ഒരു y ഉണ്ട്, ഇവിടെ ഒരു -3 ഉണ്ട്. ഈ +4x ഇതിൻ്റെ സൈൻ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. +4x സമത്തിൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് എഴുതിയ -4x, അതേപോലെ -4 സമത്തിൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് എഴുതിയ +4 സമം. ഇനി വലത്തെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അപ്പോൾ 0. ക്ലിയർ ആയോ? ഇനി ബാക്കി എന്താ ചെയ്യേണ്ടത്? ഒരു ക്രമത്തിൽ എഴുതാം. y ആദ്യം എഴുതി,
ഇനി എക്സ് ഉള്ള ടേം -4x ആണ്. അതിൻ്റെ ചിഹ്നം അതിൻ്റെ കൂടെ എഴുതണം. ബാക്കി ഇവിടെ -3 + 4 ഉണ്ട്. -3 കൂടി 4 കൂട്ടിയാൽ എത്രയാണ്? -3 കൂടി 3 കൂട്ടിയാൽ 0 ആയി. വീണ്ടും ഒന്നുകൂടി കൂട്ടിയാൽ 1. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ +1 എന്ന് കിട്ടും. ബാക്കി സമം 0. അപ്പോൾ ഈ വരയുടെ സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ എന്താണ്? y - 4x + 1 = 0. അടുത്തത് നോക്കാം. ചിത്രത്തിൽ ഒരു ത്രികോണത്തിൻ്റെ മൂലകൾ A14 B -32 C 43 ആയാൽ, അപ്പോൾ ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ 3 ആംഗിൾസിൻ്റെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിലെ എ ക്വസ്റ്റ്യൻ ബി സിയുടെ ചെരിവ് എത്ര? അപ്പോൾ ബി സി ഈ വരയുടെ ചെരിവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. നമ്മുടെ ഇക്വേഷൻ എന്താ? y2 - y1/x2 - x1. y2വിൻ്റെ സ്ഥാനത്ത് 3 മൈനസ് y2 മൈനസ് y1. y1 എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ ഹരിക്കണം x2 - x1. x2 എത്രയാ? 4 മൈനസ് x1 എത്രയാ? -3. അപ്പോൾ ആ മൈനസ് അവിടെ എക്സ്ട്രാ വരുന്നതാണ്. അങ്ങനെ 2 മൈനസ് ചേർന്ന് എന്താ? പ്ലസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 3 - 2 1, 4 + 3. 2 മൈനസ് ഇതേപോലെ ഒരുമിച്ച് അടുത്ത് വന്നു കഴിഞ്ഞാൽ പ്ലസ്സായി മാറും. 4 + 3 7. അപ്പോൾ അതിൻ്റെ ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് 1/7 ആണ്. ബി ക്വസ്റ്റ്യൻ എ എന്ന മൂലയിലൂടെ ബി സിക്ക് സമാന്തരമായ വരയുടെ സമവാക്യം എഴുതുക. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു ബി സി ത്രൂ എ. ബി സിക്ക് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് വരുന്ന ഈ വരയുടെ സമവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്, ഇക്വേഷനാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു പോയിന്റ് XY കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ ഇത് ഫസ്റ്റത്തെ x1, ഇത് y1, ഇത് x2, ഇത് y2. ഈ ക്രമത്തിൽ നമുക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ സ്ലോപ്പ് ചെരിവ് നമുക്കറിയണം. നിലവിൽ ചെരിവ് കണ്ടെത്താനുള്ള വേറെ പോയിന്റുകളൊന്നും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെരിവ്, ചെരിഞ്ഞ ഭാഗം എത്രയെന്ന ഒരു വരയുടെ ചെരിവ് എത്രയാണോ അതിന് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് വരുന്ന ഏത് വരയുടെ ചെരിവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചെരിവ് നമുക്ക് എത്ര കിട്ടിയത്? സ്ലോപ്പ് 1/7. അതേ സ്ലോപ്പ് തന്നെയായിരിക്കും ഈ വരയുടെ. കാരണം ഇത് രണ്ടും പാരലാണ്, സമാന്തരമാണ്. അപ്പോൾ സമാന്തരമായിട്ട് വരുന്ന ഏത് വരയുടെ ചെരിവും തുല്യമായിരിക്കും. അപ്പോൾ ഈ വരയുടെ ചെരിവ് 1/2 ആണെങ്കിൽ മുകളത്തെ ഇതിന് സമാന്തരമായിട്ട് വരച്ച മുകളത്തെ വരയുടെ ചെരിവും സ്ലോപ്പും എത്ര തന്നെയായിരിക്കും? 1/2 തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വേഷൻ y2 - y1. y2വിൻ്റെ സ്ഥാനത്ത് y ആണ്, മൈനസ് y1ൻ്റെ സ്ഥാനത്ത് 4 ആണ്, ഡിവൈഡഡ് ബൈ x2 - x1. x2വിൻ്റെ സ്ഥാനത്ത് എന്താ? x മൈനസ് x1ൻ്റെ സ്ഥാനത്ത് 1 സമം എത്രയായിരിക്കും? ആ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് 1/7 ആയിരിക്കും. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ y - 4 × 7, y - 4 ഗുണിക്കണം 7, ഇടയിൽ സമാണ്, സമം 1 × x - 1. അപ്പോൾ y - 4നെ 7 കൊണ്ട് ഗുണിക്കുക. ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള 7 കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോന്നിനെയും ഗുണിക്കണം. y ഗുണിക്കണം 7 എത്ര വരിക? 7y മൈനസ് 4 ഗുണിക്കണം 7 28 സമം 1നെ x - 1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതേ ആൻസർ തന്നെ ആയിരിക്കും, x - 1. ഇനി എല്ലാം ഒരു ഭാഗത്തേക്ക് എഴുതാം. 7y മൈനസ് 28 ഈ പ്ലസ് എക്സിനെ സമത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് എഴുതി കഴിഞ്ഞാൽ -x. ഈ -1നെ അപ്പുറത്തേക്ക് എഴുതിക്കാൻ എന്താ വരിക? +1 സമം അപ്പുറത്തിന് ഒന്നുമില്ല, അഥവാ 0. ഈ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 7y മൈനസ് ഈ എക്സ്, അതിൻ്റെ ചിഹ്നം മൈനസാണ്. പിന്നെ -28 + 1 എത്ര വരിക? -27 സമം 0. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ PQ എന്ന വര x അക്ഷത്തെ Pയിലും y അക്ഷത്തെ Qവിലും തൊടുന്നു. വരയുടെ സമവാക്യം 2x + 5y = 20 ആണെങ്കിൽ,
അപ്പോൾ ഇവിടെ ഈ വര എക്സ് അക്ഷത്തിൽ ഇവിടെ പോയിന്റ് തൊടുന്നുണ്ട്, അതേപോലെ ക്യൂ എന്നുള്ളത് വൈ അക്ഷത്തിൽ വൈ ആക്സിസിലും തൊടുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വരയുടെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് 2x + 5y = 20. എ ക്വസ്റ്റ്യൻ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി ആൻഡ് ക്യൂ. പിൻ്റെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ കണ്ടെത്താനാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പിൻ്റെ സൂചക സംഖ്യ നമുക്ക് നിലവിൽ അറിയില്ല. അതിൻ്റെ എക്സ് അക്ഷം എന്തായിരിക്കും? ഇവിടെ നിന്നുള്ള ഈ ഒരു അകലം, ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അത് ഇവിടെ 1, 2, 3 അങ്ങനെ ഏതോ ഒരു നമ്പറാണ് ഇവിടെ വരുന്നത്, നമുക്കറിയില്ല. അത് എക്സ് കൊടുത്തു. വൈ എന്തായിരിക്കും? ഈ എക്സ് ആക്സിസിലെ അല്ലെങ്കിൽ എക്സ് അക്ഷത്തിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും വൈ കോർഡിനേറ്റ്, വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. അപ്പോൾ ഈ എക്സ് 0 എന്ന് പറയുന്ന പി എന്ന് പറയുന്ന പോയിന്റ്, അതിൽ എക്സിന് പകരം വരുന്ന നമ്പർ നമുക്ക് കണ്ടെത്തിയാൽ പിൻ്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യ കിട്ടും. അത് കണ്ടെത്താൻ നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഈ വരയിൽ വരുന്നൊരു പോയിന്റ് ആണല്ലോ എക്സ് 0. അപ്പോൾ അതിൽ ഈ ഇക്വേഷനിൽ എക്സിന് പകരം എക്സ് എന്നും വൈക്ക് പകരം 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ എക്സിൻ്റെ ആൻസർ കണ്ടെത്താം. അഥവാ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2x + 5y = 20 ഇതാണല്ലോ. അപ്പോൾ ഈ എക്സിന് പകരം എക്സ് തന്നെയാണ്, അതുകൊണ്ട് അതിൽ മാറ്റമില്ല. അപ്പോൾ 2x അതേപോലെ എഴുതി, +5 ഗുണിക്കണം y എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 5 ഗുണിക്കണം y എത്രയാണ്? y ഇവിടെ നമുക്ക് 0 ആണ്. 0 = 20. അപ്പോൾ 2x എത്ര വരിക? 2x + 5 ഗുണിക്കണം 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അത് നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല, ബാക്കി 2x മാത്രമേ ഉള്ളൂ. അപ്പോൾ 2x = 20 ആണ്. 2x 20 ആണെങ്കിൽ 1x എത്ര ഉണ്ടാവും? അതിൻ്റെ പകുതിയല്ലേ, 10. അപ്പോൾ പിൻ്റെ സൂചക സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എത്ര വരിക? x 10 y 0, അതായത് 10, 0. ക്ലിയർ ആണല്ലോ. ഇതുപോലെ നമുക്ക് വൈൻ്റെയും കണ്ടെത്താം. അഥവാ ക്യൂ എന്ന് പറയുന്ന ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യ എത്രയായിരിക്കും? എക്സ് അക്ഷം 0 ആയിരിക്കും. വൈ നമുക്കറിയില്ല, അവിടെ വൈ കൊടുത്തു. അപ്പോൾ ഇനി ഇക്വേഷൻ 2x + 5y = 20. ഇതിൽ 2x എക്സിന് 0 കൊടുത്താൽ 2 × x 0 ആണ്. അപ്പോൾ 2 × 0 + 5y = 20. അപ്പോൾ 2 × 0 എത്രയാണ്? 0 ആണ്. ബാക്കി 5y = 20 ആണ്. 5y 20 ആണെങ്കിൽ ഒരു y എങ്ങനെ കാണുക? 20നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. അഥവാ ഇവിടെ ഗുണിക്കുന്ന 5ന് സമത്തിന് പുറത്ത് എഴുതുമ്പോൾ ഹരിക്കണം എന്നാകും. അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിൽ 5y 20 ആണെങ്കിൽ ഒരു y കാണാൻ എന്താ ചെയ്യുക? 20നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 20 ഹരിക്കണം 5 എത്രയാണ്? 4. അഥവാ y = 4 ആണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യ എത്ര വരിക? 0, 4 എന്നായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ഒ പി ആൻഡ് ഒ ക്യു? ഒ പിയുടെയും ഒ ക്യുവിൻ്റെയും നീളങ്ങൾ എത്ര എന്നുള്ളതാണ്. ഒ പി എത്ര വരുന്നത്? ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ്, ഈ അകലം ഇവിടെ 10, 0 ആണ്. അപ്പോൾ ഈ അകലം എത്ര ഉണ്ടാകും? ഒ പി = 10 ഉണ്ടാകും. അതേപോലെ ഒ ക്യു എന്തായിരിക്കും? ഇവിടുന്ന് ഈ ഒരു അകലം ക്യൂവിൻ്റെത് 0, 4 ആണ്. അപ്പോൾ ഈ അകലം എത്ര ഉണ്ടാകും? ഒ ക്യു = 4. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പി ക്യു? ഈ പി ക്യുവിൻ്റെ സ്ലോപ്പ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പി എന്നുള്ളതിൻ്റെ 10, 0, ക്യൂ എന്നുള്ളതിൻ്റെ 0, 4. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2 എന്ന ക്രമത്തിലെടുക്കുക. y2 - y1 അതാണ് നമ്മൾ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് കാണാനുള്ള ഇക്വേഷൻ. y2 എത്രയാണ്? y2 4 ആണ്. മൈനസ് y1 എത്രയാണ്? 0 ആണ്. ബൈ x2 - x1, x2 എത്രയാണ് വരുന്നത്? 0 മൈനസ് x1 എത്രയാണ്? 4 ആണ്. 4ൽ നിന്ന് 0 കുറച്ച് എത്ര?
4. 0-ൽ നിന്ന് 4 കുറച്ച് എത്ര? -4. 4/-4. രണ്ട് സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം മൈനസ് വന്നു കഴിഞ്ഞാൽ ആൻസർ മൈനസ് ആയിരിക്കും. 4/4 എത്രയാണ്? 1. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്ലോപ്പ് അഥവാ ചെരിവ് എത്രയായിരിക്കും? -1 അതിൻ്റെ ആൻസർ. ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ മൂലകളുടെ സൂചക സംഖ്യകൾ A -4 6, B 6 -2, C 4 5 ആണ്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, 3 വെർട്ടീസസിൻ്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ, ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. അതായത് ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സെൻട്രോയിഡ്? ഇത് തന്നെ നിങ്ങൾക്ക് സി ക്വസ്റ്റ്യനത്തിൽ കാണാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ മീഡിയൻ? നടുവരയുടെ നീളം എത്ര? അപ്പോൾ ഈ നടുവര അതേപോലെ മധ്യമ കേന്ദ്രം ഇതൊക്കെ നിങ്ങൾ 9th പഠിച്ചതാണ്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടീസസിന്, ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിന് എതിരെയുള്ള ഓപ്പോസിറ്റുള്ള ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ഏതാണെന്ന് നോക്കുക, മധ്യബിന്ദു. ആ മധ്യബിന്ദുവിലേക്ക് നമുക്ക് ഒരു വര വരക്കാം. ഇതിനെ പറയുന്ന പേരാണ് നടുവര അഥവാ മീഡിയൻ. നടുവിലേക്ക് വരക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നടുവര. അങ്ങനെ ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൽ എത്ര എണ്ണം വരക്കാം? അപ്പോൾ ഈ ഒരു വശത്തിൻ്റെ മധ്യബിന്ദു ഇവിടെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരക്കാം. അതേപോലെ ഈ കോണിന്നും വരക്കാം. ഇങ്ങനെ 3 നടുവരകൾ, 3 മീഡിയനുകളും വരച്ചു കഴിഞ്ഞാൽ 3ഉം കൂടെ ഒരു പോയിന്റിലാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. ആ പോയിന്റിനെ പറയുന്ന പേരാണ് സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം. ക്ലിയർ ആണല്ലോ? അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ നമുക്കതിൽ ശരിക്കും റേഷ്യോ, അംശബന്ധമൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അഥവാ ഇതിൻ്റെ 3 കോർഡിനേറ്റ്സ്, ഇപ്പോൾ എ എന്ന് പറയുന്നത് -4 6, ബി എന്ന് പറയുന്നത് 6 -2, സി എന്ന് പറയുന്നത് 4 5 എന്നിങ്ങനെയാണ്. ഇനി അതിൻ്റെ സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം കാണാൻ ഈ 3 പോയിൻറ്റിൻ്റെയും എക്സ് അക്ഷത്തിൽ വരുന്ന ഈ നമ്പറുകൾ 3ഉം കൂട്ടി പകുതിയാക്കി കഴിഞ്ഞാൽ, പകുതിയല്ല 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും, എക്സ് അക്ഷം കിട്ടും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഒരെണ്ണം -4 പ്ലസ് രണ്ടാമത്തത് 6 പ്ലസ് 4 ഹരിക്കണം 3. -4ഉം +4ഉം എത്രയായി? 0 ആയി. തിരിച്ച് വായിക്കുകയാണെങ്കിൽ 4 കുറക്കണം 4 എന്നാണ് 0. ബാക്കി എത്രയുള്ളത്? 6/3. 6ൽ എത്ര 3 ഉണ്ട്? 2 എണ്ണം. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 എന്ന് കിട്ടും. ഇനി y കണ്ടെത്താൻ ഇതേപോലെ തന്നെ വൈൻ്റെ സൂചക സംഖ്യകൾ 6 -2 5. അപ്പോൾ 6 + -2 + 5 അതിനെ 3 കൊണ്ട് ഹരിക്കുക. 6 പ്ലസ് മൈനസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മൈനസ് ആയിരിക്കും. അഥവാ 6 കുറക്കണം 2 എത്രയാണ്? 6ന് 2 കുറച്ചാൽ 4. 4 കൂട്ടണം 5 9. 9/3. 9നെ 3 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ 9ൽ എത്ര 3 ഉണ്ട്? 3 എണ്ണം. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ 2 3 എന്ന് കിട്ടും. അഥവാ ഈ സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം 2 3 ആയിരിക്കും. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റ്, മധ്യബിന്ദു കാണാനാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ മധ്യബിന്ദു കാണാനും എളുപ്പവഴി എക്സ് അക്ഷത്തിലെ നമ്പറുകൾ കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ മതി. അപ്പോൾ എക്സ് അക്ഷത്തിലെ നമ്പർ എത്രയാണ്? -4 കൂട്ടണം. എ ബിയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെത് -4ഉം ബീൻ്റെത് 6ഉം ആണ്. എന്നിട്ട് പകുതിയാക്കുക. -4ഉം 6ഉം കൂട്ടി എത്ര? തിരിച്ചു വായിച്ചാൽ 6 കുറക്കണം 4 എന്നാണ് 2. 2ൻ്റെ പകുതി എത്ര? 1. ഇതേപോലെ y നോക്കാം. 6ഉം -2ഉം. അപ്പോൾ 6 കൂട്ടണം -2. നേരത്തെ പറഞ്ഞു മൈനസും പ്ലസും ഒരുമിച്ച് വന്നാൽ മൈനസാണ്. അപ്പോൾ 6ഉം കുറക്കണം 2 എത്ര? 4. 4ൻ്റെ പകുതി
2. അപ്പോൾ ഇതിൻ്റെ എ ബിയുടെ ഈ മധ്യബിന്ദുവിൻ്റെ അഥവാ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യ 1, 2 ആണ്. സി ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ മീഡിയൻ ത്രൂ സി? അതായത് സിയിലൂടെ വരക്കുന്ന നടുവരയുടെ നീളം എത്ര? അപ്പോൾ സിയിലൂടെ വരക്കുന്ന നടുവര എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ നീളം കാണാൻ, അകലം കാണാൻ നിങ്ങൾ പഠിച്ചതാണ്. ഇത് 1, 2 കിട്ടി, സി 4, 5. ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് കണ്ടാൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ അകലം കിട്ടും. അതായത് റൂട്ട് ഓഫ് x1 - x2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് x1 y1 അല്ലെങ്കിൽ ഇത് x1 y1 ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് x1 y1 എടുത്തു. 4 കുറക്കണം 1, 4 കുറക്കണം 1 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2, y1 5 മൈനസ് y2 2 ഹോൾ സ്ക്വയർ സമം 4 1 കുറച്ചാൽ 3, 3 സ്ക്വയർ കൂട്ടണം 5 2 കുറച്ചാൽ 3 സ്ക്വയർ. അപ്പോൾ റൂട്ട് 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 9 അഥവാ റൂട്ട് 18 ആണ് ഈ ഒരു മീഡിയൻ്റെ അഥവാ ഈ ഒരു നടുവരയുടെ നീളം. ഇനി നമ്മൾ 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്, പോളിനോമിയൽസ്. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് ഈക്വൽ ടു x² - 8x പ്ലസ് 15 ആയാൽ പി ഓഫ് 0, പി ഓഫ് 1 ഇവ എത്രയാണ്? അപ്പോൾ ഇതിൽ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, പി ഓഫ് 0, പി ഓഫ് 1 ഇത് രണ്ടും കണ്ടെത്താനാണ്. അപ്പോൾ പി ഓഫ് 0 കണ്ടെത്താൻ എക്സിന് പകരം നമ്മളിവിടെ 0 എഴുതി. ഈ ഇക്വേഷനിലും എക്സിന് പകരം 0 കൊടുക്കുക. അപ്പോൾ ഇവിടെ 0² - 8 × 0 പ്ലസ് 15. 0ൻ്റെ സ്ക്വയർ എത്രയാണ്? 0. -8 × 0 എത്രയാണ്? അതും 0. 0 കൊണ്ട് ഏത് നമ്പറിന് ഗുണിച്ച് കഴിഞ്ഞാലും ഉത്തരം 0 ആയിരിക്കും. ബാക്കി എന്താ അവിടെ ഉള്ളത്? 15. അപ്പോൾ പി ഓഫ് 0 15 ആണ്. ഇനി പി ഓഫ് 1 എക്സിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ x² ആണ്. അപ്പോൾ 1² മൈനസ് 8 × എക്സിന് പകരം 1 പ്ലസ് 15. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 -8 × 1 -8 പ്ലസ് 15. ഇതിൽ പോസിറ്റീവായ നമ്പർ 15 ഉണ്ട്. 8ൻ്റെ ചിഹ്നം ഇവിടെ കൊടുത്തിട്ടില്ല, അത് പ്ലസ് ആയിരിക്കും. അപ്പോൾ 1ഉം 15ഉം എത്രയാണ്? 16. 16ന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ 8 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ പി ഓഫ് 1 8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് സമം x² - kx പ്ലസ് 18 ആയാൽ പി ഓഫ് എക്സിൻ്റെ ഒരു ഘടകം x - 3 ആയാൽ കെയുടെ വില എന്ത്? ഈ കെയുടെ വില കാണുന്ന ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. അപ്പോൾ ഇവിടെ x - 3 ഘടകമാണ്, ഫാക്ടറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ x - 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ ശിഷ്ടം 0 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ കാണുന്നത്? ഇവിടെ x - 3 ആണല്ലോ, ഇതിൻ്റെ ചിഹ്നം മാറ്റുക. -3ൻ്റെ ചിഹ്നം മാറ്റി എത്ര? +3. അപ്പോൾ നമുക്ക് ഈ എക്സിന് പകരമൊക്കെ +3 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ നിലവിൽ നമുക്ക് x² എന്നുള്ളിടത്ത് 3² എന്ന് എഴുതാം. മൈനസ് k ഗുണിക്കണം എക്സിന് 3 പ്ലസ് 18. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? 0 ആണ്. ഇത് നമുക്ക് kൻ്റെ വില കണ്ടെത്താം. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 മൈനസ് k ഗുണിക്കണം 3. അപ്പോൾ 3k പ്ലസ് 18 സമം 0. ഇനി ഇവിടെ 9ൻ്റെ ചിഹ്നം പ്ലസ് ആണ്, 18ൻ്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ 9ഉം 18ഉം കൂട്ടി എത്ര? 27 മൈനസ് 3k സമം 0. ഈ 27 സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്താ വരിക? -3k സമം, ഇതിൻ്റെ ചിഹ്നം ഇവിടെ പ്ലസ് ആണ്, പ്ലസ് 27 ഇങ്ങോട്ട് വരുമ്പോൾ -27 ആകും. അപ്പോൾ k സമം -27നെ ഈ -3 കൊണ്ട് ഹരിക്കുക. ആ രണ്ട് സംഖ്യ ഹരിക്കുമ്പോൾ രണ്ടിലും മൈനസ് ആണെങ്കിൽ ഉത്തരം പ്ലസ് ആയിരിക്കും. 27/3, 27ൽ എത്ര 3 ഉണ്ട്? 9. അപ്പോൾ k എന്ന് പറയുന്ന നമ്പർ 9 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വേഷനിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, x² - 9x പ്ലസ് 18. അപ്പോൾ പി ഓഫ് എക്സ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ x² പ്ലസ് 9x. സോറി, ഇവിടെ എക്സ് ആണ് നമുക്ക് 9 കിട്ടിയത്, ഇക്വേഷനിൽ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ x² - 9x പ്ലസ് 18
എന്ന് നമുക്കതിൻ്റെ പി ഓഫ് എക്സ് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ആയാൽ പി ഓഫ് 5 കാണുക. നേരത്തെ നമ്മൾ ചെയ്തതാണ്. എക്സിന് പകരം എന്ത് കൊടുക്കുക? 5 കൊടുത്താൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അഥവാ 5 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സിന് പകരം 5 മൈനസ് 15. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 മൈനസ് 2 ഗുണിക്കണം 5, അപ്പോൾ മൈനസ് 10 മൈനസ് 15. 25 10 കുറച്ചാൽ 15. 15 കുറച്ചാലോ 0. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ 0 എന്ന് കിട്ടും. ബി ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സിനെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അപ്പോൾ അതിൻ്റെ മെത്തേഡ് നിങ്ങൾ പഠിച്ചതായിരിക്കും. എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 സമം എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യുക? ഇതിൽ എ പ്ലസ് ബി സമം എന്താ എഴുതേണ്ടത്? ഈ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ചിഹ്നം മാറ്റി എഴുതാം. അഥവാ പ്ലസ് 2 ആണെങ്കിൽ മൈനസ് 2 ആക്കുക. ഇനി ഇവിടെ മൈനസ് 2 ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? പ്ലസ് 2. ഇനി എ ബി സമം എ പ്ലസ് ബി എ ബി എന്ന് പറഞ്ഞ ഏതാണ്? എ ബി സമം ഇതിൽ എക്സ് ഇല്ലാത്ത നമ്പർ ഏതാണോ അതിൻ്റെ ചിഹ്നം മാറ്റാതെ തന്നെ എഴുതാം. ഇവിടെ നോക്കി നോക്കൂ. എ ബി എന്ന് പറഞ്ഞാൽ 2 സംഖ്യ, എയും ബി ആണ് 2 സംഖ്യകൾ. 2 സംഖ്യ കൂട്ടിയാൽ മൈനസ് 2 കിട്ടണം. അതേ 2 സംഖ്യ ഗുണിച്ചാൽ മൈനസ് 15 കിട്ടണം. അപ്പോൾ ഏതൊക്കെ സംഖ്യകളാണ് ആ എയും ബിയും ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഗുണിച്ചാൽ 15 കിട്ടുന്ന സംഖ്യകളാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഏതൊക്കെ സംഖ്യ ഗുണിച്ചാൽ 15 കിട്ടും? 15 കിട്ടാൻ 3 ഇൻറ്റു 5 15 ആണ്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ആൻസർ മൈനസ് 15 ആണ് വേണ്ടത്. അപ്പോൾ 2 സംഖ്യ ഗുണിക്കുമ്പോൾ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ ഉത്തരം പോസിറ്റീവായിരിക്കും. അഥവാ രണ്ടും പ്ലസ് ഉള്ള നമ്പറാണ് ഗുണിക്കണമെങ്കിൽ ആൻസർ പ്ലസ് തന്നെ ആയിരിക്കും. രണ്ടും മൈനസ് ആണെങ്കിലും ഗുണിച്ച് കഴിഞ്ഞാൽ ആൻസർ പ്ലസ് ആയിരിക്കും. പിന്നെ എങ്ങനെയായിരിക്കും മൈനസ് വരിക? 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ മൈനസ് ആവും. അപ്പോൾ നിലവിൽ നമുക്ക് 3ഉം 5ഉം എടുക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം മൈനസ് ആയിരിക്കും. അപ്പോൾ ഏതിനാണ് മൈനസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ എ പ്ലസ് ബി ഉപയോഗിച്ചാണ് കാണേണ്ടത്. ഇവിടെ ആൻസർ മൈനസ് 2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ആൻസർ 2 നമ്പർ കൂട്ടുമ്പോൾ മൈനസ് 2 കിട്ടണമെങ്കിൽ ഇതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ വലിയ നമ്പറിനായിരിക്കണം മൈനസ് വരേണ്ടത്. അഥവാ മൈനസ് 5 ആണ് വരിക. അപ്പോൾ നോക്കി നോക്കൂ. മൈനസ് 5 ഗുണിക്കണം 3 എത്രയാണ്? മൈനസ് 15. 3ഉം മൈനസ് 5ഉം കൂട്ടിയാൽ ഇപ്പോൾ മൈനസ് 5 കൂട്ടണം 3 എത്ര വരിക? മൈനസ് 2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ എയും ബിയും എത്രയാണ് നമ്പറുകൾ? എ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം, 3ഓ അല്ലെങ്കിൽ മൈനസ് 5ഓ കൊടുക്കാം. ബി എത്രയാണ് വരുന്നത്? ഒരെണ്ണം 3 ആണെങ്കിൽ മറ്റേത് മൈനസ് 5. ഇനി നമുക്കതിനെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണഫലമായിട്ട് എഴുതുക എന്നാണ്. അഥവാ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. അപ്പോൾ എക്സ് മൈനസ് എ എത്രയാണ്? 3 ഇൻറ്റു എക്സ് മൈനസ് ബി എത്രയാണ്? മൈനസ് 5. അപ്പോൾ 2 മൈനസ് ഒരുമിച്ച് വന്ന് എന്താകും? പ്ലസ് ആവും. അപ്പോൾ നമ്മുടെ ആൻസർ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് പ്ലസ് 10 ആയാൽ, നേരത്തെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ്റെ അതേപോലെ വരുന്നതാണ്. കെ കണ്ടെത്താനാണ്. അതിൽ പി ഓഫ് എക്സിൻ്റെ ഘടകം എക്സ് മൈനസ് 2 ആയാൽ കെയുടെ വില എന്ത്? നേരത്തെ നമ്മൾ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യനാണ്. എന്താ ചെയ്യേണ്ടത്? എക്സിന് പകരം ഇവിടെ മൈനസ് 2 ആണ്. അപ്പോൾ പ്ലസ് 2 കൊടുക്കുക. സമം 0 കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും കെൻ്റെ വില കണ്ടെത്താം. അഥവാ എക്സിന് 2 കൊടുത്താൽ 2 സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. മൈനസ് കെ എക്സ് മൈനസ് കെ ഇൻറ്റു എക്സ് 2 പ്ലസ് 10 സമം 0. 2ൻ്റെ സ്ക്വയർ 4. കെ ഗുണിക്കണം 2 അപ്പോൾ 2k. അപ്പോൾ ഇവിടെ മൈനസ് 2k പ്ലസ് 10 സമം 0 ആണല്ലോ. 4 കൂട്ടണം 10. 4 പ്ലസ് 10 എത്ര? 14 മൈനസ് ബാക്കി ഇവിടെ 2k ഉണ്ട് സമം 0. ഈ മൈനസ് 2k അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താ വരിക? 14 സമം പ്ലസ് 2k എന്നാവും. 2k 14 ആണെങ്കിൽ 1k എത്രയായിരിക്കും? 7. അപ്പോൾ നമുക്കിവിടെ കെൻ്റെ പകരം 7 വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10
എന്ന് പി ഓഫ് എക്സ് നമുക്ക് എഴുതാം. ബി ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സിൻ്റെ ഒരു ഘടകം x-2 ആയാൽ പി ഓഫ് എക്സിനെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അപ്പോൾ പി ഓഫ് എക്സ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എന്താ ഉള്ളത്? x² മൈനസ് 7x പ്ലസ് 10. ഇനി നിങ്ങൾക്ക് നേരത്തെ ചെയ്തതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. ഈക്വൽ ടു എന്ത് കൊടുക്കുക? x-a ഇൻറ്റു x-b എന്ന് എഴുതുക. ഇനി അതിൽ നിന്നും a പ്ലസ് ബി സമം എന്താ എഴുതേണ്ടത്? എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ ചിഹ്നം മാറ്റി എഴുതുക. അപ്പോൾ എന്ത് വരും? -7 എന്നുള്ളത് +7 ആകും. എ ബി സമം എക്സ് ഇല്ലാത്ത നമ്പർ അതേപോലെ ചിഹ്നം മാറ്റാതെ എഴുതുക. +10 ആണ്. പ്ലസ് നമ്മൾ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 2 നമ്പർ കൂട്ടിയാൽ 7 കിട്ടണം, ഗുണിച്ചാൽ 10 കിട്ടണം. അപ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഏതൊക്കെ സംഖ്യ ഗുണിച്ചാലാണ് 10 കിട്ടുക? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 5 ഗുണിക്കാം 2 10 ആണ്. 5 2 കൂട്ടിയ 7 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എയും ബിയുമായിട്ട് ഏതൊക്കെ ആൻസറുകൾ കൊടുക്കാം? a = 2 b = 5 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ x-a എന്നാണ്. അപ്പോൾ a 2 x-2 ഇൻറ്റു x-5. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് x-2 ഒരു ഘടകമാണ്, ഫാക്ടറാണ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈന് മാറ്റിയാൽ +2. ഈ എയും ബിയും എന്നുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം +2 ആയിരിക്കും. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൂ അതാണ്. ഒരെണ്ണം +2 ആയിരിക്കും, മറ്റേ നമ്പർ ഗുണിച്ച് കണ്ടെത്തിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് സമം x² + 2x - 15 ആയാൽ പി ഓഫ് 3 കണക്കാക്കുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. പി ഓഫ് 3 എത്ര വരിക? 3² + 2 ഇൻറ്റു എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 2 × 3 - 15. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 + 2 × 3 6 - 15. 9 6 കൂട്ടിയാൽ 15. 15 കുറക്കണം 15 എത്രയാണ്? 0 ആണല്ലോ. ബി ക്വസ്റ്റ്യൻ, x-3 എന്നത് പി ഓഫ് എക്സിൻ്റെ ഘടകമാണോ? എന്തുകൊണ്ട്? അപ്പോൾ ഈ x-3 എന്നുള്ളത് ഫാക്ടർ ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അഥവാ നമ്മൾ x-3 അല്ലെങ്കിൽ x-3 ഘടകമാണോ ഫാക്ടർ ആണോ എന്നെങ്ങനെ നോക്കുന്നത്? ഇവിടെ x-3 ആണെങ്കിൽ അതിൻ്റെ ചിഹ്നം മാറ്റുക. -3 ചിഹ്നം മാറ്റി എന്താ? +3. എക്സിന് പകരം 3 കൊടുത്താൽ ആൻസർ 0 വരുന്നതെങ്കിൽ അത് ഫാക്ടറാണ്, ഘടകമാണ്. അതാണ് നമ്മളിവിടെ എ ക്വസ്റ്റ്യൻ ചെയ്തത്. എക്സിന് പകരം 3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആൻസർ പി ഓഫ് 3 അതിൻ്റെ ആൻസർ 0 ആയതുകൊണ്ട് എന്താണ്? x-3 അതിൻ്റെ ഫാക്ടറാണ് അഥവാ ഘടകമാണ്. അതുപോലെ വേറെ ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് സമം x² - 11x + 30 ആയാൽ പി ഓഫ് 3 കാണുക. പി ഓഫ് 3 നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ. 3² - 11 × 3 + 30. 3ൻ്റെ സ്ക്വയർ 9 -11 3 33 + 30. 9ഉം 30ഉം കൂട്ടിക്കഴിഞ്ഞാൽ 39. 39 കുറക്കണം 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 6 കിട്ടും. അഥവാ പി ഓഫ് 3ൻ്റെ ആൻസർ 6 ആണ്. ബി ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് - പി ഓഫ് 3ൻ്റെ ഒരു ഘടകം എഴുതുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ x² - 11x + 30 ആയാൽ അതാണ് പി ഓഫ് എക്സ്. അതിൽ നിന്നും പി ഓഫ് 3 എത്രയാണ്? 6 ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബഹുപദമുണ്ട്, ഒരു പോളിനോമിയൽ ഉണ്ട്. അതിൻ്റെ ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? ഇപ്പോൾ നിലവിൽ x² - 11x + 30ൽ നിന്ന് ഈ 6 കുറക്കണം. ശ്രദ്ധിക്കണം, ഇതിൽ നിന്ന് കുറക്കണം. ഈ സിസ്റ്റം എത്രയാണോ അതാണ് കുറക്കേണ്ടത്. ഇവിടെ -6 ആണെങ്കിൽ ഇവിടെ 2 മൈനസ് വരും. അപ്പോൾ +6 ആണ് വരിക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? x² - 11x + 30 6 കുറച്ച് കഴിഞ്ഞാൽ +24. അപ്പോൾ ഇതിൻ്റെ ഒരു ഫാക്ടർ, ഒരു ഘടകം എഴുതാനാണ്. അപ്പോൾ നിലവിൽ നമ്മൾ പി ഓഫ് 3 ചെയ്ത് 6 കിട്ടിയിട്ടുണ്ട്. ആ 6 ഇതിൽ നിന്ന് കുറച്ചത് കൊണ്ട് എന്തായിരിക്കും? ഈ പി ഓഫ് 3 ആണ് കൊടുത്തിരിക്കുന്നത്. അഥവാ x-3 ആയിരിക്കും അതിൻ്റെ ഒരു ഘടകം. നമ്മളിവിടെ x-3 എന്ന് എഴുതുമ്പോൾ ഇതിൻ്റെ ചിഹ്നം മാറ്റിയിട്ട് +3 എക്സിന് പകരം കൊടുത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണിത്. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യനിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ആ ആൻസർ കുറച്ച് കിട്ടിയ ഒരു ബഹുപദമാണിത്, പോളിനോമിയലാണിത്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഘടകമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും x-3 അതിൻ്റെ ഒരു ഫാക്ടർ ഒരു ഘടകമായിരിക്കും. സി ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3നെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ്. നമ്മുടെ പോളിനോമിയൽ x² മൈനസ് 11x പ്ലസ് 24 അപ്പോൾ ഇനി സമം 0 x-a ഇൻറ്റു x-b എന്ന് കൊടുക്കുക. ഇനി a പ്ലസ് ബി എന്തായിരിക്കും? എക്സിൻ്റെ കൂടെയുള്ള നമ്പർ അഥവാ പ്ലസ് 11. എ ബി എന്തായിരിക്കും? എക്സ് ഇല്ലാത്ത നമ്പർ 24. രണ്ട് നമ്പർ കൂട്ടിയാൽ 11ഉം രണ്ട് നമ്പർ ഗുണിച്ചാൽ 24 കിട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാൽ 24 കിട്ടും? 12 × 2 24 പക്ഷെ അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടുമോ? പോസിറ്റീവ് ആണ് വേണ്ടത്. അപ്പോൾ അതേപോലെ 24 കിട്ടുന്ന വേറെ ഏതൊക്കെ നമ്പറാണ് ഉള്ളത്? 6, 4, 24 അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടുമോ? അതും കിട്ടില്ല. പിന്നെയുള്ളത് ഏതാ? 3 ഗുണിക്കണം 8 അത് 24 3ഉം 8ഉം കൂട്ടിയാൽ 11 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എയും ബിയും ഈ രണ്ട് നമ്പറുകൾ കൊടുക്കാം. ഒരെണ്ണം 3ഉം രണ്ടാമത്തത് 8ഉം. 3 8 24 3ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ 11. അപ്പോൾ ഇനി എക്ക് പകരം 3 x-3 ഇൻറ്റു ബിക്ക് പകരം 8. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് ഇതേപോലെ എഴുതാൻ കഴിയും. ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ കഴിയും. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവരക്കണക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യനാണ് മീഡിയം കാണാൻ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു ടൈപ്പ് ഇതാണ്. അതിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അഥവാ മാധ്യം കാണാനും, മാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീന്, അതേപോലെ മധ്യമം കാണാനും മീഡിയം കാണാനും. മാധ്യം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ന സംഖ്യകളൊക്കെ കൂട്ടിയിട്ട്, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ കിട്ടിയ സ്കോറുകൾ ചുവടെ കൊടുക്കുന്നു. അപ്പോൾ അതിൽ തന്ന നമ്പറുകളൊക്കെ കൂട്ടിയിട്ട് എത്ര നമ്പർ ഉണ്ടോ ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അപ്പോൾ നിലവിൽ ഇവിടെ തന്ന നമ്പർ 11, 35 നമ്പറാണ്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 380 കിട്ടും. അതിന് എത്ര നമ്പറുകളുണ്ട്? 10 നമ്പറുകളുണ്ട്. 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 38 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ മീൻ അഥവാ മാധ്യം എന്താണ്? 38. നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബി ക്വസ്റ്റ്യൻ ആണ്. മധ്യമം എത്ര എന്നാണ്. മീഡിയൻ, മധ്യമം എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ നടുവിൽ വരുന്നതാണ്. നടുവിൽ വരിക എന്ന് പറയുമ്പോൾ പലരും നേരിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് നടുവിൽ ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ആദ്യം ഇത് ചെറുതെന്ന് വലുതുക്കാണോ എന്ന് നോക്കണം. അസെൻഡിങ് ഓർഡർ, ആരോഹണ ക്രമത്തിലാണോ എന്ന് നോക്കുക. അപ്പോൾ നിലവിൽ 11, 35, 32 അവിടെ തന്നെ ക്രമം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ചെറുതെന്ന് വലുതുക്കെന്നുള്ള രൂപത്തിലേക്ക് എഴുതണം. ഏറ്റവും ചെറിയ നമ്പർ ഇതിലേതാ? 11. അപ്പോൾ ഫസ്റ്റ് 11 എഴുതി. പിന്നെ വരുന്നത് 20 വരുന്ന നമ്പറുകളില്ല. 30 വരുന്ന നമ്പറുകൾ 35, 32, 33, 39. അപ്പോൾ അതിൽ ചെറുത് 32. ഇനി വരുന്നത് 33, പിന്നെ 35, 39. ഇനി 41 ഉണ്ട്, പിന്നെ 45 ഉണ്ട്. ഇനി ഏതാ വരുന്നത്? 47, 8, 9. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 10 നമ്പറുകളായി. അപ്പോൾ ഇവിടെ ആകെ എണ്ണം 10. അത് ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ നടുവിൽ ഒരെണ്ണം കിട്ടില്ല. ഇപ്പോൾ 3 നമ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നടുവിൽ ഒരെണ്ണം കിട്ടും. 5 നമ്പറാണെങ്കിൽ നടുവിൽ കിട്ടും, 7 നമ്പറാണെങ്കിലും കിട്ടും. അതൊക്കെ ഓഡ് നമ്പേഴ്സാണ്, ഒറ്റ സംഖ്യകളാണ്. ആകെ എണ്ണം എന്നുള്ളത് ഇരട്ട സംഖ്യ. നടുവിൽ 4 നമ്പർ എടുത്തു കഴിഞ്ഞാൽ നടുവിൽ നമുക്ക് ഒരെണ്ണം കിട്ടില്ല, 2 നമ്പറുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നടുവിൽ വരുന്ന 2 നമ്പറുകളും കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയാക്കുക. അപ്പോൾ നിലവിൽ 10 നമ്പറുകളുണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6. ഈ 5-ാമത്തെയും 6-ാമത്തെയും ആയിരിക്കും നടുവിൽ വരുന്നത്. അപ്പോൾ 39ഉം
41 കൂട്ടി പകുതിയാക്കുക. അത് കൂട്ടി എത്ര വരിക? 80. 80ൻ്റെ പകുതി 40. അപ്പോൾ അതിൻ്റെ മീഡിയൻ 40 ആണ്, അഥവാ മധ്യമം 40 ആണ്. ഇനി അതിലെ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരം താഴെ കൊടുത്തിരിക്കുന്നു, മധ്യമ ഉയരം കാണുക. അപ്പോൾ കുട്ടികളുടെ ഹൈറ്റിൻ്റെ മീഡിയൻ കാണാനാണ് ക്വസ്റ്റ്യന്. 140 ഹൈറ്റ് സെൻറ്റിമീറ്റർ ഉള്ള 4 കുട്ടികളുണ്ട്, 145 ഉള്ള 7 കുട്ടികളുണ്ട്, 150 ഉള്ള 18 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 140 വരെ ഉയരമുള്ള കുട്ടികളുടെ എണ്ണം, അതായത് അപ് ടു 140. 140 വരെ ഉയരമുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ്? 4. 145 വരെ അപ് ടു 145. 145 വരെ ഉയരമുള്ള കുട്ടികളുടെ എണ്ണം എത്ര ഉണ്ട്? 145 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന എല്ലാം പെടും. അപ്പോൾ 140 വരെ ഹൈറ്റുള്ള കുട്ടികളും അതിൽ പെടും. അപ്പോൾ ടോട്ടൽ എത്ര വരിക? 11. ഈ ക്രമത്തിൽ 150 വരെ എത്ര ഉണ്ടാവും? 11 കൂടി 18 കൂട്ടുക, അപ്പോൾ 29. ഈ 155 വരെ 11 കൂട്ടിക്കഴിഞ്ഞാൽ 40. ഇനി 160 വരെ 46. 165 വരെ 51. അപ്പോൾ ആകെ 51 കുട്ടികളുണ്ട്. ഇതിൽ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം ആയിട്ട് വരുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് 140 ഹൈറ്റുള്ള കുട്ടികളുടെ എണ്ണം അങ്ങനെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ 28, 30 ഇങ്ങനെ 2 നമ്പറുകൾ വീതം തരുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ. അത് ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. അപ്പോൾ ഇതേപോലെ ഒരു നമ്പർ വീതം തരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതേപോലെ നമുക്ക് എഴുതിയതിന് ശേഷം ആകെ 51 കുട്ടികളാണ്. അപ്പോൾ 51 കുട്ടികളെ ഒരു ഹൈറ്റിൻ്റെ ഓർഡറിൽ, അസെൻഡിങ് ഓർഡറിൽ ചെറുതുനിന്ന് വലുതൊക്കെ രൂപത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ അതിൽ നടുവിൽ വരുന്ന കുട്ടി എത്രാമതായിരിക്കും വരിക? അപ്പോൾ നടുവിൽ വരുന്ന കുട്ടിയെ കണ്ടെത്താൻ ഇവിടെ 51 നമുക്ക് തന്ന നമ്പർ. ആ 51ൻ്റെ കൂടെ 1 കൂട്ടി പകുതിയാക്കുക. അപ്പോൾ 51ൻ്റെ കൂടെ 1 കൂട്ടി 56. അതിൻ്റെ പകുതി എത്ര വരിക? 50ൻ്റെ പകുതി 25, 6ൻ്റെ പകുതി 3. അപ്പോൾ എത്രയാണ്? 28. അപ്പോൾ 28ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് എത്ര വരിക? ഇത് ആദ്യത്തെ 4 കുട്ടികളുടെ ഹൈറ്റാണ് 140 ഉയരം. 5 മുതൽ 11 വരെയുള്ള കുട്ടികളുടെ ഉയരമാണ് 145. അപ്പോൾ 28ാമത്തെ ഏതായിരിക്കും വരിക? ഇത് 12 മുതൽ 29 വരെയുള്ള കുട്ടികളുടെ ഹൈറ്റാണ് ഈ 150. അപ്പോൾ 28ാമത്തെ കുട്ടിയും അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം എത്രയായിരിക്കും? 150 അതിൻ്റെ ആൻസർ വരിക, 150. ഇനി നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു സമിതിയിലെ 35 പേരുടെ വയസ്സുകൾ അടിസ്ഥാനമാക്കി തരംതിരിച്ച പട്ടിക ചുവടെ ചേർക്കുന്നു. ഇനി ഇതിൽ എ ക്വസ്റ്റ്യൻ, വയസ്സ് കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അംഗങ്ങളെ ക്രമപ്പെടുത്തിയാൽ എത്രാമത്തെ അംഗത്തിൻ്റെ വയസ്സാണ് മധ്യമം? അപ്പോൾ മീഡിയനായിട്ട് വരുന്നത് ഇവരെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ നിർത്തിക്കഴിഞ്ഞാൽ എത്രാമത്തെ മെമ്പറുടെ ഹൈറ്റാണ് ഇവിടെ മീഡിയനായിട്ട് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിലവിൽ 35 പേരുണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 35 പേരുണ്ടെങ്കിൽ നടുവിൽ വരുന്നത് എത്രാമത്തെ ആയിരിക്കും? 35 ആണെങ്കിൽ അത് ഓഡ് നമ്പർ ആയതുകൊണ്ട്, ഒറ്റ സംഖ്യ ആയതുകൊണ്ട് 35ൻ്റെ കൂടെ 1 കൂട്ടി പകുതിയാക്കുക. അപ്പോൾ 36ൻ്റെ പകുതി എത്ര വരിക? 30ൻ്റെ പകുതി 15, 6ൻ്റെ പകുതി 3. അപ്പോൾ ആകെ എത്ര വരും? 18. അപ്പോൾ 18ാമത്തെ ആളാണ് ഇതിൻ്റെ മീഡിയനായിട്ട്, അല്ലെങ്കിൽ 18ാമത് വരുന്ന ആളുടെ ഹൈറ്റ് എത്രയാണോ അതാണ് മീഡിയൻ അല്ലെങ്കിൽ ഉയരമായിട്ട് നമ്മളിവിടെ കണക്ക് കൂട്ടുന്നത്. വയസ്സായിട്ട് കണക്ക് കൂട്ടുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, 13ാം സ്ഥാനത്തെ അംഗത്തിൻ്റെ വയസ്സ് എത്രയായിട്ടാണ് സങ്കല്പിക്കുന്നത്? അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ ബിലോ 30 അങ്ങനെയാണ് കൊടുക്കുന്നത്. അതായത് 30ന് താഴെ. 30ന് താഴെ വയസ്സുള്ള എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 40ന് താഴെ എത്ര വരിക?
40 താഴെ വയസ്സുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 30 വയസ്സുള്ള ആളും അതിൽ പെടും. 30 വയസ്സും അതിന് താഴെയുള്ള ആളുകൾ പെടും. അപ്പോൾ ടോട്ടൽ 12 പേരുണ്ടാവും. ഇനി 50 താഴെ എത്ര വരിക? 12ഉം 10ഉം 22. ഇനി 60 താഴെ 22ഉം 7ഉം 29. ഇനി 70 താഴെ 29ഉം 4ഉം 33. ഇനി 80 താഴെ 2 കൂടെ കൂട്ടുക, അപ്പോൾ 35. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മീഡിയൻ അല്ലെങ്കിൽ മധ്യമമായിട്ട് വരുന്നത് 18ാമത്തെ ആളുടെ ഹൈറ്റാണ്, ഏജാണ്, വയസ്സാണ്. 18ാമത്തെ ആളുടെയാണ്. ആ 18ാമത്തെ ആൾ എവിടെ വരുന്നത്? 12നും 22നും ഇടക്കല്ലേ. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. ഇനി ഇതൊരു സമാന്തര ശ്രേണി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 12ാം പദം 40ഉം 22ാം പദം 50ഉം ആണെങ്കിൽ അവിടെ നമുക്ക് പൊതുവ്യത്യാസം എങ്ങനെ കണ്ടെത്താം? 40ഉം 50ഉം തമ്മിലുള്ള വ്യത്യാസം, അഥവാ 50 - 40 / 22 - 12. 50 40 കുറച്ചാൽ 10, 22 12 കുറച്ച് കഴിഞ്ഞാൽ 10, 10/10 1 അപ്പോൾ പൊതുവ്യത്യാസം 1 കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഈ അടയാളപ്പെടുത്തിയ നമ്പർ 12 ആണ്. 12ാമത്തെ ആളുടെ ഏജാണ് 40. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് തൊട്ടടുത്ത ആളുടെ നമ്പറാണ്, അഥവാ 13ാമത്തെ ആളുടെയാണ് കാണേണ്ടത്. ആ 13ാമത്തെ ആളുടെ കാണാൻ 12ാമത്തെ ആളുടെ എത്രയാണോ വയസ്സ് അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസിൻ്റെ ഹാഫ് മാത്രം, പകുതി മാത്രം ചേർക്കാം. അപ്പോൾ എത്ര വരിക? 40 മറിയും കൂട്ടിക്കഴിഞ്ഞാൽ 40. നമ്മുടെ ബി ക്വസ്റ്റ്യൻ അതാണ്. 13ാമത്തെ ആളുടെ വയസ്സ് എത്രയായിട്ടാണ് അവിടെ സങ്കല്പിക്കുന്നത് എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ 13ാമത്തെ ആളുടെ കിട്ടി. ഇനി 14ാമത്തെയും 15ാമത്തെയും അടുത്ത് വരുന്ന ആളുകളുടെ ഏജ് കാണാൻ കോമൺ ഡിഫറൻസ് മാത്രം കൂട്ടിയാൽ മതി, പകുതി കൂട്ടേണ്ട ആവശ്യമില്ല. പകുതി അല്ല കൂട്ടേണ്ടത്, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണോ അതാണ് കൂട്ടേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ സി ചോദ്യം, ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദി ഏജ്. മധ്യമം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മധ്യമം കാണാൻ മധ്യമം എത്രാമത്തെയാണ് വരുന്നത്? 18ാമത്തെ ആണ്. അപ്പോൾ 18ാമത്തെ ആളുടെ വയസ്സാണ് നമുക്ക് കാണേണ്ടത്. നിലവിൽ നമുക്ക് അറിയുന്നത് 13ാമത്തെ ആളുടേത് 40.5 13ാമത്തെ ആളുടെ വയസ്സിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 18ാമത്തെ ആളിലേക്ക് എത്തുന്നത്? 13 കഴിഞ്ഞ് 14, 15, 16, 17, 18 5 തവണ കൂട്ടണം. അഥവാ 5 പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 5 ഗുണിക്കണം പൊതുവ്യത്യാസം 1. 5 ഗുണിക്കണം 1 5ആണല്ലോ. 40യും 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 45.5. അപ്പോൾ അതിൻ്റെ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ എത്രയാണ്? 45.5. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 3 പ്രീ മോഡൽ ക്ലാസ്സുകളും അവസാനിച്ചു കഴിഞ്ഞു. ആദ്യത്തെ 2 പ്രീ മോഡൽ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണുക. അതിൽ ആദ്യത്തെ 8 ചാപ്റ്ററുകൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കി 3 ചാപ്റ്ററുകൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തു. അങ്ങനെ 11 ചാപ്റ്ററുകളുണ്ട്. ഇനി മോഡൽ എക്സാമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.